ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഡക്റ്റ് ഡീറ്റെയിൽ ആണ്. അപ്പോൾ നമ്മുടെ ഹോം പേജിൽ നമ്മൾ പ്രോഡക്റ്റ് ലിസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അതിൽ ആഡ് ടു കാർട്ട് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ഓരോ പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഡയലോഗ് ബോക്സ് കാണിക്കണം. അത് ഈ ഒരു രീതിയിലായിരിക്കും. ഓക്കെ, ആ ഡയലോഗ് ബോക്സിൽ പ്രോഡക്റ്റിന്റെ ഇമേജ്, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, റേറ്റ്, ക്വാണ്ടിറ്റി, ആഡ് ടു കാർട്ട് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. ഓക്കെ, സോ ഈ ഒരു ഡയലോഗ് ബോക്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് പ്രോഡക്റ്റ് ഡീറ്റെയിൽ. അപ്പൊ നേരെ ഷാഡ്സ് എന്നിലേക്ക് പോവുക. അവിടെ പോയിട്ട് കോമ്പണൻസിൽ ഡയലോഗ് എന്നുള്ള കോമ്പണന്റ് ചൂസ് ചെയ്യാം. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഡയലോഗ് ബോക്സ് ലഭിക്കുന്നുണ്ട്. ഇതാണ് ഡയലോഗ് ബോക്സ്. ഓക്കെ, അപ്പൊ ഇൻസ്റ്റാളേഷൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് നേരെ ഫ്രണ്ട് എൻഡിലേക്ക് വന്ന് അവിടെ നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ടായി. ആ സമയത്ത് നമുക്ക് യൂസേജ് ഇതിനെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, ഇമ്പോർട്ടിന് ഇത് എവിടെയാണ് വേണ്ടത്? എനിക്ക് വേണ്ടത് എൻ്റെ ഫ്രണ്ട് എൻഡിൽ, എൻ്റെ ഹോം പേജിൽ ഞാൻ ഐറ്റം ലിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഈച്ച് ഐറ്റമിലാണ് എനിക്കിത് വേണ്ടത്. അതായത് ആഡ് ടു കാർട്ട് എന്നുള്ള ഞാൻ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഡയലോഗ് വേണ്ടത്. സോ ഇത് എവിടെയാണുള്ളത്? ഇതുള്ളത് നമ്മുടെ ആപ്പിൽ കോമ്പണൻസിൽ പ്രോഡക്റ്റ് ഐറ്റമിലാണ്, നോട്ട് ലിസ്റ്റ്. സോ ഇവിടെ ഞാൻ ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മുടെ ആ ഒരു യൂസേജിൽ ഡയലോഗ് പ്ലേസ് ചെയ്യണം. സോ ഞാൻ കോപ്പി ചെയ്തു. എന്നിട്ട് നേരെ ഇവിടെ ബട്ടൺ ഉണ്ട്. ഓക്കെ, ബട്ടൺ ഇവിടെയാണുള്ളത്. ഇവിടെയാണ് എനിക്ക് വേണ്ടത്. സോ ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കും. താഴെ ബട്ടൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് ഓപ്പൺ എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. സോ അത് ക്ലിക്ക് ചെയ്താൽ എനിക്ക് ഡയലോഗ് ബോക്സ് ലഭിക്കുന്നുണ്ട്. ഇത് എനിക്കിപ്പോൾ വേണ്ടത് ആഡ് ടു കാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ്. സോ ഓപ്പൺ മാറ്റിയിട്ട് ആഡ് ടു കാർട്ട് ബട്ടൺ ഇട്ട് കൊടുക്കും. സോ ഓപ്പൺ ഞാൻ മാറ്റി ഈ ഒരു ബട്ടൺ കോപ്പി ചെയ്ത് അതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആഡ് ടു കാർട്ട് എന്നുള്ള ബട്ടൺ ഉണ്ട്. ക്ലിക്ക് ചെയ്താൽ ഡയലോഗ് ബോക്സ് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ വിഡ്ത്ത് കുറവാണ്. സോ എനിക്ക് നല്ല വിഡ്ത്ത് വേണം. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, ഇതിന്റെ JSX പാർട്ടിലേക്ക് നേരെ പോവും. കോമ്പണൻസിൽ dialog.jsx എന്നുള്ളത് ആഡ് ആയിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡയലോഗ് പ്രിമിറ്റീവ് ഉണ്ട്. അതിന്റെ വിഡ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം വിഡ്ത്ത് ഓഫ് ലാർജ് ആണുള്ളത്. അതെനിക്ക് ഒരു 3XL എങ്കിലും വേണ്ടി വരും. സോ 3XL ഇട്ടാൽ വാവ്, നൈസ് ആൻഡ് ഫാന്റാസ്റ്റിക്. ഇനി നമുക്കിവിടെ കോമ്പണന്റ് ആഡ് ചെയ്യണം. എന്തിന്? അതായത് നമ്മുടെ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽ കാണിക്കാൻ വേണ്ടി ഇമേജ്, ക്വാണ്ടിറ്റി, ടൈറ്റിൽ ഒക്കെ കാണിക്കണ്ടേ. അതിനു വേണ്ടി ഞാനൊരു സെപ്പറേറ്റ് കോമ്പണന്റ് ചെയ്യും. ഈ ഒരു ഡിസ്ക്രിപ്ഷൻ മാറ്റിയിട്ടാണ് ഞാൻ ആ കോമ്പണന്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം ഒരു കോമ്പണന്റ് ക്രിയേറ്റ് ചെയ്യാം. സോ കോമ്പണന്റ്സിൽ ഞാൻ എന്ത് ചെയ്യും, പ്രോഡക്റ്റ് ഐറ്റം ഡീറ്റെയിൽ .jsx RFC എന്റർ. ഓക്കെ, കോമ്പണന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. കോമ്പണന്റിന്റെ നെയിം ഞാൻ കോപ്പി ചെയ്യും. നേരെ പ്രോഡക്റ്റ് ഐറ്റമിലേക്ക് വരും. എവിടെ വന്ന് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ അപ്പാടെ ഞാൻ മാറ്റും. എന്നിട്ട് ഞാനിവിടെ എൻ്റെ പ്രോഡക്റ്റിന്റെ നെയിം, അതായത് കോമ്പണന്റിന്റെ നെയിം ഇട്ട് കൊടുക്കും. ഓക്കെ, ഇമ്പോർട്ട്. ഓക്കെ, ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആഡ് ടു കാർട്ട് നമുക്ക് ആ ഒരു കോമ്പണന്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ കോമ്പണന്റ്സിൽ നമുക്ക് എന്ത് കാണിക്കണം? ഇമേജ് ഒക്കെ കാണിക്കണ്ടേ. സോ ഇമേജ് എവിടെ നിന്ന് എടുക്കും? ഇമേജ് ഓൾറെഡി നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഐറ്റമിൽ ഞാൻ പ്രോഡക്റ്റ് എന്നുള്ള പ്രോപ്പിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും എടുക്കുന്നുണ്ട്. എന്തിന്? ഇതെല്ലാം കാണിക്കാൻ, ഇമേജ് ഇതെല്ലാം കാണിക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി ഈ പ്രോഡക്റ്റ് എന്നുള്ള പ്രോപ്പ് എടുക്കുന്നുണ്ട്. സോ അത് ഞാൻ അങ്ങനെ എന്തിലേക്ക് കൊടുക്കും? ഞാൻ ഈ പ്രോഡക്റ്റ് ഡീറ്റെയിലേക്കും അത് ഞാൻ കൊടുക്കും. സോ പ്രോഡക്റ്റ് എന്നുള്ള പ്രോപ്പ് ഞാൻ പാസ് ചെയ്യും. അതെനിക്ക് അവിടെ നിന്ന് ആക്സെപ്റ്റ് ചെയ്താൽ മതി പ്രോഡക്റ്റ്. ഓക്കെ, ഇത് കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ ഇതെന്ത് ചെയ്യും, നേരെ എൻ്റെ പ്രോഡക്റ്റ് ഐറ്റം ഡീറ്റെയിലിൽ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് പ്രോഡക്റ്റ് ഡീറ്റെയിൽ മൊത്തത്തിൽ കിട്ടി. എനിക്ക് അതിൻ്റെ സ്റ്റൈലിങ് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. പ്രോഡക്റ്റ് പ്രോപ്പ് ഞാൻ എടുത്തു. ആദ്യം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഐറ്റം ഡീറ്റെയിൽ മാറ്റിയിട്ട് ഒരു ഇമേജ് ഇട്ട് കൊടുക്കാം. ഇമേജ് ഞാൻ ഐറ്റമിൽ ഓൾറെഡി കാണിക്കുന്നുണ്ട്. സോ ഈ ഇമേജ് ഞാൻ കോപ്പി ചെയ്യും. എവിടെ നിന്ന്? പ്രോഡക്റ്റ് ഐറ്റമിന്ന് കോപ്പി ചെയ്തു. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കും. ചെറിയ മാറ്റങ്ങൾ വരുത്താം, പ്രശ്നമില്ല. എന്താണ് മാറ്റങ്ങൾ? ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കൊടുക്കും. ബാക്ക്ഗ്രൗണ്ട് സ്ലേറ്റ് ഓഫ് 200. എന്നിട്ട് ഹൈറ്റ്
ടെക്സ്റ്റ് ഇച്ചിരി മാറ്റാം, 320 ആക്കാം. ഇവിടുത്താണെങ്കിൽ 300 ഈസ് ഫൈൻ. ഒബ്ജക്റ്റ് കണ്ടെയ്ൻ, എനിക്ക് റൗണ്ടഡ് കോർണർ ആണ് വേണ്ടത്. സോ റൗണ്ടഡ് LG. ഇച്ചിരി പാഡിങ്ങും കൂടി വേണം, പാഡിങ് 5. പെർഫെക്റ്റ്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡയലോഗ് ബോക്സിൽ കാണിക്കുന്നില്ല, ഇമേജ് എററാണ്. കാരണം ഇത് ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. സോ ഇമേജ് ഫ്രം നെക്സ്റ്റ് ഇമേജ്. ഇപ്പോൾ വെൽ ആൻഡ് ഗുഡ്. ഇപ്പോൾ നമുക്ക് വേണ്ടത് പ്രോഡക്റ്റിന്റെ അതർ ഡീറ്റെയിൽസ് ആണ്, ടൈറ്റിൽസ് ഒക്കെ വേണം അല്ലേ? സോ അതിനായി ഞാൻ എന്ത് ചെയ്യും, ഇമേജിന്റെ താഴെ ഒരു ഡിവ് ഇട്ട് കൊടുക്കും. ഡിവ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് മാൻ. ഇതിന്റെ താഴെ ഒരു H2 ടാഗ്. എന്തിന്? ഇല്ലെങ്കിൽ വേണ്ട, H2 ഇവിടെ നിന്ന് എടുക്കുന്ന ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഇട്ട് കൊടുക്കാം. ഐ ആം സൂപ്പർ ലേസി മാൻ. ഓക്കെ, സോ H2 ഞാൻ കോപ്പി ചെയ്തു, അതിന് നേരെ ഇതിന്റെ താഴെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ പ്രോഡക്റ്റ് ആട്രിബ്യൂട്ട് നെയിം ഇട്ട് കൊടുക്കും. ടെക്സ്റ്റ് ലാർജ് ആണ്, ലാർജ് അല്ല, എനിക്ക് XL ആണ് വേണ്ടത്. ഓക്കെ, യെസ്, നൗ ഇറ്റ് ഈസ് ലുക്കിംഗ് ഗുഡ്. ഇതേ രീതിയിൽ എനിക്ക് ഡിസ്ക്രിപ്ഷനും വേണം. ഇത് ഞാൻ കോപ്പി ചെയ്തു എന്നിട്ട് പേസ്റ്റ് ചെയ്തു. ഓക്കെ, നെയിം അല്ല, ഡിസ്ക്രിപ്ഷൻ ആണ്, ഡിസ്ക്രിപ്ഷൻ. XL വേണ്ട മോനെ, SM മതി. ഫോണ്ട് ബോൾഡും വേണ്ട. ടെക്സ്റ്റ് ഗ്രേ, ടെക്സ്റ്റ് ഗ്രേ ഓഫ് 500 ഈസ് ഇനഫ്. യാ, ലുക്കിംഗ് ഗുഡ്. പക്ഷെ എനിക്കിതിപ്പോ വേണ്ടത് എവിടെയാ? ഈ സൈഡിൽ വേണ്ടത്, ഇവിടെ വേണ്ട, താഴെ എന്തിന്? സോ അതിന് ഞാൻ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ ടോപ്പിലുള്ള ഡിവിന് പറഞ്ഞു കൊടുക്കും, ക്ലാസ് നെയിമേ നീ ഗ്രിഡ് ആയിക്കോ. മൊബൈൽ സ്ക്രീൻ ആണെങ്കിൽ ഗ്രിഡ് കോസ് 1 കുഴപ്പമില്ല, നീ ഒറ്റ ഗ്രിഡിലായി കാണിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ നീ മീഡിയം സൈസ് ആണെങ്കിൽ, ടാബ്ലറ്റോ കമ്പ്യൂട്ടറോ ആണെങ്കിൽ നീ 2 കള്ളിയിലായിട്ട് കാണിക്കണം. ഓക്കെ, സോ ഗ്രിഡ് കോൾസ് 2, പാഡിംഗ് ഓഫ് 7, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ്, ടെക്സ്റ്റ് ബ്ലാക്ക്. നൗ ഇറ്റ് ഈസ് വണ്ടർഫുൾ. ഓക്കെ, ഇനിയിപ്പോ ഇതിന്റെ താഴെ എനിക്ക് എന്ത് കൊടുക്കണം? ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് MRP ഒക്കെ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ സൂപ്പർ ലേസി ആയതുകൊണ്ട് ഈ ഒരു ഡിവ് അതേപടി കോപ്പി ചെയ്യും. ഓക്കെ, ഇതിൽ സെല്ലിംഗ് പ്രൈസിന്റെ ലോജിക് ഒക്കെ ഉണ്ട്. അപ്പോ ഞാൻ ഓൾറെഡി എഴുതിയത് കൊണ്ട് ഞാൻ വീണ്ടും അത് എഴുതി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എന്നതുകൊണ്ട് ഞാനത് കോപ്പി ചെയ്തിട്ട് നേരെ ഈ ഒരു H2ന്റെ താഴെ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി ചെറിയ മാറ്റങ്ങൾ വരുത്താം, കുഴപ്പമില്ല. സോ ടെക്സ്റ്റ് LG മാറ്റിയിട്ട് 3XL ഇട്ട് കൊടുക്കും. അതേ രീതിയിൽ ഇതും 3XL ഇരിക്കട്ടെ, കുഴപ്പമില്ല, 3XL. ഓക്കെ, ഇപ്പൊ നമുക്ക് നമ്മുടെ സെല്ലിംഗ് പ്രൈസും MRPയും കാണിക്കുന്നുണ്ട്. എനിക്ക് ഇനിയിപ്പോ വേണ്ടത് ക്വാണ്ടിറ്റിയാണ്, എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന്. അപ്പോൾ അതിന് ഒരു H2 ടാഗ് എടുക്കും. സോ ആ ടാഗിനകത്ത് ഞാൻ പറയും ക്വാണ്ടിറ്റി എത്രയാ? ക്വാണ്ടിറ്റി ഈസ് പ്രോഡക്റ്റ് ഡോട്ട് ആട്രിബ്യൂട്ട്സ് ഡോട്ട്. ഓക്കെ, സോ ക്ലാസ് നെയിം, if you see 500 gram ക്വാണ്ടിറ്റി കാണിക്കുന്നുണ്ട്. എനിക്കിപ്പോ ഇതിന്റെ താഴെ ആഡ് ടു കാർട്ട് എന്നുള്ള ബട്ടണും കൂടി കാണിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, ഞാനൊരു ബട്ടൺ ഇട്ട് കൊടുക്കും. സോ ലെറ്റ്സ് ഹാവ് എ ബട്ടൺ. ബട്ടൺ ഞാൻ ഇമ്പോർട്ട് ചെയ്യും, എവിടെ നിന്ന്? കോമ്പണന്റിൽ നിന്ന്. സോ ബട്ടൺ, ഒരു ഐക്കൺ ഇട്ട് കൊടുക്കാം, ഷോപ്പിംഗ് ബാസ്കറ്റ് ഫ്രം ലൂസിഡ് റിയാക്ട്. കാണുന്നില്ലേ? ഇത് ക്ലോസ് ചെയ്യും. ഷോപ്പിംഗ് ബാസ്കറ്റ്, അതിന്റെ തൊട്ടടുത്ത് ഞാൻ ഇട്ട് കൊടുക്കും ആഡ് ടു കാർട്ട്. യെസ്, ഇപ്പോ ഇവിടെ ഒരു ബട്ടണായി. ഇനി എനിക്ക് ഇതേ രീതിയിലുള്ള ഒരു ഓപ്ഷനാണ് വേണ്ടത്, മൈനസ്, പ്ലസ്, അതേപോലെ തന്നെ അതിന്റെ സെൻട്രലായി ടെക്സ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. നമുക്ക് ഐറ്റം കുറക്കണമെങ്കിൽ മൈനസ് ക്ലിക്ക് ചെയ്യും. ആ സമയത്ത് ഐറ്റം ക്വാണ്ടിറ്റി ആ സെൻട്രലായിട്ട് നമുക്ക് കാണിക്കും. അതാണ് ഈ ഒരു ഓപ്ഷൻ. അതാണ് ഞാൻ ഇനി ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ ക്വാണ്ടിറ്റിക്ക് ശേഷം ഞാനൊരു ഡിവ് ഇട്ട് കൊടുക്കും. ഓക്കെ, ഇതിനുള്ളിൽ വേറൊരു ഡിവും കൂടി, അതിനകത്ത് ഒരു 2 ബട്ടൺ ഞാൻ പ്ലേസ് ചെയ്യാം. ബട്ടൺ, ഓക്കെ, ഇത് എന്തിനെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. സോ ഒന്ന് മൈനസ്, കോപ്പി പേസ്റ്റ്, മറ്റൊന്ന് പ്ലസ്. ഈ ബട്ടണിന്റെ സെന്ററിലായിട്ട്
ഞാനൊരു H2 ടാഗ് ഇട്ട് കൊടുക്കും. H2 ടാഗ് ഇവിടെ ഞാൻ 1 ഇട്ട് കൊടുക്കും. ഓർ 1. ഓക്കെ, 1 എന്നിരിക്കട്ടെ. ഞാൻ ഇതിന്റെ സ്റ്റൈൽ കൊടുക്കാം, ഈ ഡിവിന് സ്റ്റൈൽ കൊടുക്കാം, അല്ലെങ്കിൽ മനസ്സിലാവില്ല. സോ ക്ലാസ് നെയിം ഇതിനും ക്ലാസ് കൊടുക്കാം. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. ഇപ്പോൾ മൈനസ് ആൻഡ് പ്ലസ് ഉണ്ട്. ഇവിടെ അതിന്റെ ക്വാണ്ടിറ്റി കാണിക്കും. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിന് മൊത്തത്തിലൊരു സ്റ്റൈലിംഗ് ഒക്കെ ഞാൻ കൊടുക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു സംഭവം, അതായത് ഈ ഒരു ബട്ടണും ഈ ബട്ടണും ഞാനൊരു ഡിവിനകത്ത് ഇട്ട് കൊടുക്കും. സോ ലെറ്റ്സ് ഹാവ് വൺ മോർ ഡിവ്. സോ ഈ ഡിവിനകത്ത് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ ഒരു ബട്ടണും അതേപോലെ തന്നെ ഈ ഒരു സെക്ഷനും കട്ട് ചെയ്തിട്ട് ഈ ഡിവിനകത്ത് ഇട്ട് കൊടുക്കും. ഓക്കെ, പ്രോപ്പർലി അലൈൻ ചെയ്യാനാണ്, വേറെ ഒന്നുമല്ല. ഓക്കെ, ഇതിന് ക്ലാസ് നെയിം ഇട്ട് കൊടുക്കും. ഇനിയിപ്പോൾ എനിക്ക് വേണ്ടത് ടോട്ടൽ എമൗണ്ട് കാണിക്കണം. സോ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എനിക്ക് ടോട്ടൽ എമൗണ്ട് കാണിക്കണം. അതുകൊണ്ട് തന്നെ ഞാനൊരു H2 ടാഗ് ഇട്ട് കൊടുക്കും. അതിനകത്ത് ലെറ്റ്സ് ടേക്ക് $4 റൈറ്റ് നൗ. ഓക്കെ, എന്നിട്ട് ഇതിന് ക്ലാസ് കൊടുക്കാം H2. സോ ക്ലാസ് നെയിം ഇവിടെ കാണിക്കുന്നുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും, അപ്പോൾ ഇത് ഒറ്റ ലൈനിലായി വരാൻ വേണ്ടി ഞാൻ ഇത്ര സെക്ഷന് ഞാൻ ഒരു ഡിവിനകത്ത് ഇട്ട് കൊടുക്കും. സോ ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യും, ഡിവ്. ഓക്കെ, ആ ഡിവിനകത്ത് ഞാൻ ഈ ഒരു സെക്ഷൻ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇട്ട് കൊടുക്കും. ഓക്കെ, കാരണം ഒറ്റ ലൈനിലാണ് എനിക്കത് വേണ്ടത്. പക്ഷെ ഇവിടെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ ഒരു ഡിവിന് ക്ലാസ് കൊടുക്കും. ഓക്കെ, ക്ലാസ് നെയിം എന്താണ്, ഐറ്റംസ് സെന്റർ. ഇപ്പോൾ ഒറ്റ ലൈനിലായി. ഇതാണ് എനിക്ക് വേണ്ടത്. എന്നിട്ട് നമുക്ക് ഈ ബട്ടന്റെ താഴെ ഇതിന്റെ കാറ്റഗറി മെൻഷൻ ചെയ്യാം. സോ ബട്ടന് താഴെ ഡിവ് ക്ലോസ് ആവുന്നുണ്ട്. അതിന്റെ താഴെ ഞാൻ ഒരു H2 ടാഗ് ഇട്ട് കൊടുക്കും. H2 ടാഗ്, അതിനുള്ളിൽ ഒരു സ്പാൻ. ഓക്കെ, ആ സ്പാനിൽ ഞാൻ പറയും കാറ്റഗറി പ്രോഡക്റ്റ് .data.attributes .name എന്നാണ്. നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാറ്റഗറിയും ഇവിടെ കാണിക്കുന്നുണ്ട്. പെർഫെക്റ്റ്. ഇനിയിപ്പോൾ എനിക്ക് വേണ്ടത് ഇതിന്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പ്രൈസും കൂടി ഇൻക്രീസ് ആവണം. ഓക്കെ, ദാറ്റ് ലോജിക്. അപ്പോൾ ആ ഒരു ലോജിക്കിന് വേണ്ടി ഞാൻ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് പ്രോഡക്റ്റ് ടോട്ടൽ പ്രൈസ്, സെറ്റ് പ്രോഡക്റ്റ് ടോട്ടൽ പ്രൈസ് ഈക്വൽസ് ടു യൂസ് സ്റ്റേറ്റ്. സോ ഇതിനകത്ത് ടോട്ടൽ പ്രൈസ് ഇട്ട് കൊടുക്കണം. സോ ടോട്ടൽ പ്രൈസ് എങ്ങനെയാണ്, അതായത് ഇൻ കേസ് എൻ്റെ അടുത്ത് സെല്ലിംഗ് പ്രൈസ് ഉണ്ടെങ്കിൽ ആട്രിബ്യൂട്ട്സ് എന്നുള്ള പ്രോപ്പർട്ടിയിൽ സെല്ലിംഗ് പ്രൈസ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഉണ്ടെങ്കിൽ ഞാൻ സെല്ലിംഗ് പ്രൈസ് കാണിക്കും. അതാണ് എൻ്റെ ടോട്ടൽ പ്രൈസ്. സോ ടോട്ടൽ ഡോട്ട് ആട്രിബ്യൂട്ട്സ് ഡോട്ട് സെല്ലിംഗ് പ്രൈസ് ആണ്. ഇൻ കേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ MRP ആണ് എടുക്കുന്നത്. സോ പ്രോഡക്റ്റ് ഡോട്ട് ആട്രിബ്യൂട്ട്സ് ഡോട്ട് MRP. ദാറ്റ് ഈസ് മൈ ടോട്ടൽ പ്രൈസ്. ഇനിയിപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റിക്ക് വേണ്ടി ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ അതിന് ക്വാണ്ടിറ്റി this is quantity set quantity which is equals to use state where the quantity is 1 initially. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. സോ H2 എന്ന ഇവിടെ ഞാൻ ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കും. സോ ക്വാണ്ടിറ്റി
നൗ ക്വാണ്ടിറ്റി വിൽ ഗെറ്റ് ഇൻക്രീസ്. ക്വാണ്ടിറ്റി ഇൻക്രീസ് ആവും അല്ലെങ്കിൽ ഡിക്രീസ് ആവും. എങ്ങനെ? അതായത് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, മൈനസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താവും? എൻ്റെ ക്വാണ്ടിറ്റി, എൻ്റെ അല്ല, പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി, സെറ്റ് ക്വാണ്ടിറ്റി ഈസ് ബിക്കമിങ് മൈനസ് ക്വാണ്ടിറ്റി -1. നേരത്തെ ഉണ്ടായ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഒന്ന് മൈനസ് ആവും. അതാണ് ഇവിടെ ഞാൻ മൈനസിലേക്ക് ഇട്ട് കൊടുത്തത്. സെയിം കോൺസെപ്റ്റ് ആണ്. അതായത് ബട്ടണിൽ പ്ലസ് ചെയ്യുമ്പോൾ, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ ക്ലിക്ക് എന്താവും? ഫങ്ഷൻ കോളാവും. അവിടെ സെറ്റ് ക്വാണ്ടിറ്റിയിൽ ഞാൻ എന്ത് ചെയ്യും? ഓൾറെഡി ഉള്ള ക്വാണ്ടിറ്റിക്ക് ഒരെണ്ണം ആഡ് ചെയ്യും. ഇപ്പോൾ ക്വാണ്ടിറ്റി ഇൻക്രീസ് ആയി. ഓക്കെ, വേറൊരു കണ്ടീഷനും കൂടി. അതായത് ഞാനിപ്പോൾ മൈനസ് അടിക്കും. മൈനസ് അടിച്ച് ഏതുവരെ അടിക്കും? അത് ക്വാണ്ടിറ്റി ഈക്വൽസ് ടു 1. അപ്പോൾ ക്വാണ്ടിറ്റി 1 ആകുന്നത് വരെ ഞാൻ ഇട്ട് കൊടുക്കും. ഇൻ കേസ് 1 ആയാൽ പിന്നെ എനിക്ക് മൈനസ് ഡിസേബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഡിസേബിൾ ആയി. എൻ്റെ ക്വാണ്ടിറ്റി 1 ആയാൽ ഡിസേബിൾ ആണ്. അതിൻ്റെ താഴെ എനിക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല, കാരണം 0 ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കണ്ടീഷൻ ഇവിടെ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് ഇതിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്യണം. സോ $4 എന്നുണ്ട്. അവിടെ ഞാൻ ഒരു കണ്ടീഷൻ ഇട്ട് കൊടുക്കും. അതായത് ക്വാണ്ടിറ്റി ഇൻടു പ്രോഡക്റ്റ് ടോട്ടൽ പ്രൈസ് ആണ്. അപ്പോൾ ഇത് ഇൻക്രീസ് ആവും. വേറൊരു കാര്യം കൂടി, ഇത് ഞാൻ ഒരു ബ്രാക്കറ്റിനകത്തിടും. കാരണം ഇതിൻ്റെ വാല്യൂ എനിക്ക് ഫിക്സ്ഡ് ചെയ്യാൻ വേണ്ടി, 2 ഫിക്സ്ഡ് അപ് ടു 2 വാല്യൂസ്. ഓക്കെ, വി ഹാവ് എ എറർ. വാട്ട് ഈസ് ദാറ്റ്? യൂസ് ക്ലയൻറ്റ്. ഓക്കെ, യൂസ് ക്ലയൻറ്റ് യൂസ് ചെയ്യണം, കാരണം ഞാൻ യൂസ് സ്റ്റേറ്റ് ഇവിടെ യൂസ് ചെയ്തു. അതുകൊണ്ട് സോ ഇവിടെ ഞാൻ യൂസ് ക്ലയൻറ്റ്. Now I think it is perfect. ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്താൽ എനിക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ചെറിയൊരു അപ്ഡേറ്റ്. അതായത് ക്വാണ്ടിറ്റി സ്പെല്ലിംഗ് തെറ്റാണ്. QAN ക്വാണ്ടിറ്റി. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്ത് വേണ്ട? ഇവിടെ ഉള്ള ഈ ഡയലോഗ് ടൈറ്റിൽ ആവശ്യമില്ല. സോ ഇതും റിമൂവ് ചെയ്യും. പെർഫെക്റ്റ്. ഇതൊന്ന് നോക്കാം. പ്ലസ് ആവുന്നുണ്ട്, മൈനസ് ആവുന്നുണ്ട്. പെർഫെക്റ്റ്.